ഇന്ന് ഈ ഡ്രൈവിംഗ് ടെസ്റ്റിനൊക്കെ പോകുമ്പോൾ സാധാരണ ഇപ്പോൾ നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് മോട്ടോർ സൈക്കിളും LMVയും നിങ്ങൾ ടെസ്റ്റ് നടത്തി. ഇതിൽ മോട്ടോർ സൈക്കിളിൽ നിങ്ങൾ പരാജയപ്പെടുന്നു, LMV പാസ്സാവുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഈ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ അന്നേ ദിവസം തൊട്ട് ഓടിക്കാനായിട്ടുള്ള അനുമതി ഉണ്ടോ എന്നാണ് ചോദ്യം. ഇവിടെ ഈ ടീച്ചേഴ്സ് വെഹിക്കിൾ പോയിന്റ് എന്നുള്ള ചാനൽ എന്നും ഇതുപോലുള്ള ഇൻഫർമേഷനാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക്, ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഏതൊരു വാഹന ഉടമയ്ക്കും ഏതെങ്കിലും ഒരു ദിവസം ഉപകാരപ്പെടുന്ന വിഷയങ്ങളാണ് നമ്മൾ ഈ ചാനലിൽ കൂടി ഇടുന്നത്. ഇത് മാക്സിമം ഷെയർ ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു അഭ്യർത്ഥന കൂടി. മോട്ടോർ സൈക്കിള്, LMV ഇങ്ങനെ രണ്ട് കാറ്റഗറിയാണുള്ളത്. ആ രണ്ട് കാറ്റഗറിയിൽ ചിലർ മോട്ടോർ സൈക്കിൾ മാത്രം ഓപ്റ്റ് ചെയ്യുന്നവരുണ്ടാകാം. മാക്സിമം ആളുകളും മോട്ടോർ സൈക്കിളും LMV ആണ് ഓപ്റ്റ് ചെയ്യുന്നത്. പണ്ട് അത് 3 വീലറും കൂടി ഉണ്ടായിരുന്നു. 2, 3, 4 എന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. 2 വീലർ, 3 വീലർ, 4 വീലർ എന്നുള്ള രീതിയിലാണ് അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഹെവി ലൈസൻസ് നിങ്ങൾക്ക് ഇതോടൊപ്പം എടുക്കാൻ സാധിക്കില്ല. കാരണം LMV ലൈസൻസ് എടുത്ത് മിനിമം 1 വർഷമെങ്കിലും കഴിയാതെ നിങ്ങൾക്ക് ഹെവി ലൈസൻസ് എടുക്കാനായിട്ട് സാധിക്കുന്നില്ല. കൂടാതെ 20 വയസ്സ് തികയുകയും വേണം. അപ്പോൾ ഇവിടെ ഈ 18 വയസ്സ് തികയുന്ന ഒരു വ്യക്തി ഒരു മോട്ടോർ സൈക്കിളിനും LMVക്കും വേണ്ടിയിട്ട് ഒരു ഡ്രൈവിംഗ് ടെസ്റ്റിനുള്ള ഒരു ഓൺലൈൻ പ്രോസസ്സ്, അതായത് അതിൻ്റെ ലേണേഴ്സ്, പിന്നീട് ലേണേഴ്സൊക്കെ ലഭിച്ച് ഈ ഡ്രൈവിംഗ് ടെസ്റ്റിന് ചെല്ലുന്നു. ഡ്രൈവിംഗ് ടെസ്റ്റിൽ മോട്ടോർ സൈക്കിളിന് 8 എടുക്കണം. ആ ട്രാക്ക് കഴിഞ്ഞതിന് ശേഷം അത് റോഡിൽ ഓടിച്ച് നമ്മൾ അത് തൃപ്തികരമായ രീതിയിൽ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോട്ടോർ സൈക്കിളിൻ്റെ ലൈസൻസ് കിട്ടും. ഒപ്പം LMV കൂടി ഉണ്ടെങ്കിൽ H ട്രാക്കിൽ ഓടിച്ച് അതിനുശേഷം റോഡിലും ഓടിച്ച് നിങ്ങൾക്കത് പാസ്സായി കഴിഞ്ഞാൽ, അപ്പോൾ ഒരു ദിവസം തന്നെ ഈ ടെസ്റ്റുകൾ നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മോട്ടോർ സൈക്കിളും LMVയും അന്നേ ദിവസം തൊട്ട് തന്നെ ഓടിക്കാനായിട്ടുള്ള അനുമതി ലഭിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ 2 ടെസ്റ്റും പാസ്സാകുന്ന ആൾക്കാർക്ക് അപ്പോൾ തന്നെ ആ ലൈസൻസ് ജനറേറ്റ് ചെയ്യപ്പെടുകയും അന്നേ ദിവസം തന്നെ നിങ്ങൾക്ക് മെസ്സേജ് വരുന്ന രീതിയിലാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അന്നേ ദിവസമോ അല്ലെങ്കിൽ അടുത്ത ദിവസമോ നിങ്ങൾക്ക് ഇതുപോലുള്ളൊരു മെസ്സേജ് ലഭിക്കും. നിങ്ങൾ ടെസ്റ്റിൽ പാസ്സായി, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈസൻസ് നമ്പർ ഇങ്ങനെയൊക്കെയാണ്, വേണമെങ്കിൽ നമുക്ക് പരിവാഹനിലോ ഡിജി ലോക്കറിലോ ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ മെസ്സേജ് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ നിങ്ങൾ ഏതെങ്കിലും ഒരു ക്ലാസ് ഓഫ് വെഹിക്കിൾ, നമ്മൾ ഇതിന് അങ്ങനെയാണ് പറയുക, ക്ലാസ് ഓഫ് വെഹിക്കിൾ. മോട്ടോർ സൈക്കിൾ എന്നുള്ളത് ഒരു ക്ലാസ് ഓഫ് വെഹിക്കിളാണ്, ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ എന്നുള്ളത് ഒരു ക്ലാസ് ഓഫ് വെഹിക്കിളാണ്. അപ്പോൾ ഇതിൽ മോട്ടോർ സൈക്കിളാണോ നിങ്ങൾ ഈ പറയുന്ന 8 റോഡ് പാസ്സാവുന്നത്, അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോട്ടോർ സൈക്കിൾ അന്നേ ദിവസം തൊട്ട് തന്നെ ഓടിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. നിയമപരമായിട്ട് നിങ്ങൾക്ക് അതിനുള്ള അർഹതയുണ്ട്. മറിച്ച് LMV ആണ് നിങ്ങൾ പാസ്സാവുന്നതെങ്കിൽ നിങ്ങൾക്ക് അന്നേ ദിവസം തൊട്ട് LMV ഓടിക്കാനും ഉള്ള നിയമപരമായിട്ടുള്ള അർഹതയുണ്ട്. നിങ്ങൾ വഴിയിൽ വെച്ച് ഒരു വാഹന പരിശോധകൻ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ നിങ്ങൾക്കത് കാണിക്കാനായിട്ട് സാധിക്കും? ഇവിടെ ആ ഒരു കാര്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുമ്പോൾ നിങ്ങളുടെ ലേണേഴ്സ് ലൈസൻസിൻ്റെ ആ പേപ്പറിൽ തന്നെ നിങ്ങളുടെ ഈ ടെസ്റ്റിൻ്റെ വിജയം അത് കുറിക്കും. അതായത് പാർട്ട് 1 8 അല്ലെങ്കിൽ H നിങ്ങൾ അറ്റൻഡ് ചെയ്തു, അത് പാസ്സായിട്ടുണ്ടെങ്കിൽ അത് പാസ്ഡ് എന്ന് കാണിക്കും. അതുകൂടാതെ പാർട്ട് 2 റോഡ് പാസ്സായിട്ടുണ്ടെങ്കിൽ അതും കാണിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു കോപ്പി പലപ്പോഴും ഇത് ഡ്രൈവിംഗ് സ്കൂളുകാരുടെ കൈവശമായിരിക്കും. കാരണം നിങ്ങൾ ഒരു ക്ലാസ് ഓഫ് വെഹിക്കിൾ നിങ്ങൾ തോറ്റു, അതുകൊണ്ട് അടുത്ത ക്ലാസ് ഓഫ് വെഹിക്കിൾ എടുക്കുന്നത് വരെ അത് അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കും. പിന്നീട് ഡേറ്റ് എല്ലാം എടുത്ത് അടുത്ത ക്ലാസ് ഓഫ് വെഹിക്കിളിന് വേണ്ടി അറ്റൻഡ് ചെയ്ത് അതും കൂടി പാസ്സായി കഴിയുമ്പോഴാണ് ഈ ലേണേഴ്സ് ലൈസൻസിൻ്റെ ഫയൽ ഈ ഉദ്യോഗസ്ഥൻ അവർ സ്വീകരിക്കുന്നതും പിന്നീട് നിങ്ങൾക്ക് ലൈസൻസ് ലഭിക്കുന്നതും. അപ്പോൾ അതുകൊണ്ട് ഈ ടെസ്റ്റ് കഴിയുമ്പോൾ തന്നെ ഈ ലേണേഴ്സ് ലൈസൻസിൽ കുറിച്ചിട്ടുള്ള, പ്രത്യേകിച്ച് നിങ്ങൾക്ക് അടുത്ത ടെസ്റ്റിനേക്കുള്ള ഡേറ്റ് എടുക്കേണ്ടി വരുന്നതുകൊണ്ട് അത് കുറിച്ചിട്ട് ഈ ലേണേഴ്സ് ലൈസൻസിൻ്റെ ആ ആപ്ലിക്കേഷൻ ഫോമുകൾ നിങ്ങൾക്ക് തിരിച്ചു തരും. അതിൻ്റെ ഒരു കോപ്പി എടുത്ത് കൈവശം സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് റെക്കോർഡിക്കലി പറയാം, ഞാൻ ഇന്ന് മോട്ടോർ സൈക്കിളിൻ്റെ ടെസ്റ്റ് പാസ്സായി അല്ലെങ്കിൽ ലൈറ്റ് മോട്ടോർ വെഹിക്കിളിൻ്റെ ടെസ്റ്റ് പാസ്സായി, അതുകൊണ്ട് എനിക്ക് ഓടിക്കാനായിട്ടുള്ള അർഹതയുണ്ട് എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് അവരെ ബോധ്യപ്പെടുത്താനായിട്ട് സാധിക്കും. ഇനി അതല്ല, ഏതെങ്കിലും തരത്തിലുള്ള പോലീസ് കേസ് ഉൾപ്പെടുന്ന ഒരു അപകടത്തിൽപ്പെട്ടു, ആർക്കെങ്കിലും പരിക്ക് പറ്റി അല്ലെങ്കിൽ മരണപ്പെട്ടു, അപ്പോഴും നിങ്ങൾ ഓടിച്ച ക്ലാസ് ഓഫ് വെഹിക്കിൾ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മോട്ടോർ സൈക്കിൾ പാസ്സായ ഒരു വ്യക്തി മോട്ടോർ സൈക്കിൾ ഉൾപ്പെട്ട ഒരു വാഹനത്തിൻ്റെ ഒരു അപകടത്തിലാണ് പെട്ടതെങ്കിൽ നിങ്ങൾക്ക് RTO ഓഫീസിന് സമീപിച്ചാൽ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഒരു പർട്ടിക്കുലേഴ്സ് ഇതുപോലെ അന്നേ ദിവസം നിങ്ങൾ മോട്ടോർ സൈക്കിൾ പാസ്സായി എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഈ കാര്യമാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടെ ഈ ടീച്ചേഴ്സ് വെഹിക്കിൾ പോയിന്റ് എന്നുള്ള ചാനൽ എന്നും ഇതുപോലുള്ള ഇൻഫർമേഷനാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക്, ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്ക് ഇത് മാക്സിമം ഷെയർ ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു അഭ്യർത്ഥന കൂടി. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വിഷയങ്ങളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. സ്റ്റേ സേഫ്.